കോഴിക്കോടൻ രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ 200 ഗ്രാം ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിയിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. 9 വറ്റൽമുളക്, ഒരു മുറി തേങ്ങ ചിരകിയത്, 8-10 ചുള വെളുത്തുള്ളി, 8-10 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് മറ്റ് ചേരുവകൾ. ഇനി ഈ ചെമ്മീനൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അതിന് നല്ലൊരു സ്മെല്ല് വരും. അത് മൂക്കുമ്പോൾ അത് വരുമ്പോൾ ഇറക്കി വയ്ക്കുക. ഇപ്പോൾ ഈ ചെമ്മീൻ്റെ വറവ് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഈ ഉള്ളിയും മുളകൊക്കെ കൂടിയിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഈ ചെമ്മീനിലേക്ക് ഇടുക. ഇനി ആ ചീഞ്ചട്ടിയിൽ ആ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ചീഞ്ചട്ടിയിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അത് ഇളക്കി കൊടുക്കുക. ആ തേങ്ങേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ തേങ്ങ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അരയ്ക്കണ സമയത്ത് കുറച്ച് പുളി, പാകത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്തണം. ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അതിന് കണക്കാക്കിയിട്ട് ചേർത്തി കൊടുക്കുക. ഒക്കെ കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർത്താതെ ഈ ഒരു പാകത്തിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. വല്ലാതെ അരിഞ്ഞു പോയാൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ ഒരു അടിപൊളി ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.